ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അക്കാലഘട്ടത്തിലെ സൗദി ഭരണാധികാരി ഒരിക്കൽ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചു. മണ്ണ് കൊണ്ടെല്ലാം നിർമ്മിച്ച വളരെ ചെറിയൊരു വീടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ അതേ സന്ദർഭത്തിൽ ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു അദ്ദേഹം. ആ രൂപത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. ആ വീട് കണ്ട സന്ദർഭത്തിൽ രാജാവിന് വല്ലാത്ത വിഷമം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വീട് രാജാവ് അദ്ദേഹത്തിന് ഓഫർ ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം അത് സ്നേഹത്തോടെ നിരസിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങളെ ആ സന്മനസ്സിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകട്ടെ. ഞാൻ ഏതായാലും എനിക്ക് വേണ്ടി നല്ലൊരു വീട് സാലിഹിയ എന്നറിയപ്പെടുന്ന, അതായത് സൗദിയിലെ ഒരു ഭാഗമാണ്, ആ സാലിഹിയയിൽ ഞാൻ എനിക്കൊരു പുതിയ വീട് നിർമ്മിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് നിർമ്മിച്ചു തരേണ്ട എന്നുള്ളതാണ് ഈ പണ്ഡിതന് രാജാവിന് നൽകിയ മറുപടി. പുതിയ വീട് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ആ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സാധനം എൻ്റെ സഹായമായിട്ട് നൽകട്ടെ. ആ സന്ദർഭത്തിലും ആ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു, അത് വേണ്ട, എനിക്കുള്ളത് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം, നിങ്ങളൊരു സഹായം തരേണ്ടതില്ല. നിങ്ങൾക്ക് കഴിയെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളൊരു ഹോസ്റ്റൽ നിർമ്മിച്ചോളുക. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പല ആളുകളും ഇവിടെ പള്ളിയിലാണ് അന്തി ഉറങ്ങുന്നത്, അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് കിടന്നുറങ്ങാൻ വേണ്ടി ഒരു ഹോസ്റ്റൽ കഴിയെങ്കിൽ നിർമ്മിച്ചോളുക. അപ്പോൾ രാജാവ് സന്തോഷത്തോടു കൂടി ആ ഒരു ഓഫർ അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് മടങ്ങാൻ. അപ്പോൾ രാജാവ് പോയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആ കുട്ടി അദ്ദേഹത്തിന്റെ ശിഷ്യർ അത്ഭുതത്തോട് കൂടി ചോദിച്ചു, ഓ ഷെയ്ഖ്, താങ്കൾ സാലിയയിലേക്ക് താമസം മാറുകയാണോ? അല്ലെങ്കിൽ അവിടെ അതേ രൂപത്തിൽ ഒരു വീട് നിർമ്മിക്കുന്നതായിട്ട് ഞങ്ങളോട് ആരോട് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾക്കാർക്കും അങ്ങനെ അറിയില്ല, അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് താമസം മാറോ? അതാണ് അവിടെയുള്ള വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ച. ആ സന്ദർഭത്തിൽ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, ഞാൻ ഉദ്ദേശിച്ചത് സാലിഹയിലുള്ള ആ ഖബർസ്ഥാനാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അതായത് ആ വീടാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അങ്ങോട്ടാണ് ഞാൻ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിലായിരുന്നു നമുക്കറിയാം പണ്ഡിതന്മാർ ജീവിച്ചു.